ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. എക്സാം കഴിഞ്ഞു, ടെൻറ്റേറ്റീവ് ആൻസർ കീം പബ്ലിഷ് ചെയ്തു. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആൻസേഴ്സ് LBSന്റെ സൈറ്റിൽ മിസ്റ്റേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ പ്രൂഫുകൾ നമ്മൾ കളക്ട് ചെയ്യുക. അത് നമുക്ക് കൃത്യമായിട്ട് ആ ക്വസ്റ്റിൻ്റെ ആ പ്രൂഫ് വെച്ചിട്ട് ഇന്ന ആൻസർ ആണെന്ന് വരുന്നത് LBSന്റെ സൈറ്റിൽ ഇന്ന ആൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ പുറത്തിറക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഇനി മിക്കവർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് വരുന്നതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 70ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എ ആണെന്ന് ഓർക്കാം. ഓപ്ഷൻ എ ആയിരുന്നു. അത് ഈ ടെൻറ്റേറ്റീവ് ആൻസർ കീയിൽ ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, നമുക്കതിൻ്റെ മാർക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേ അടുത്തത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കീ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ എ എന്ന് മാറി ബി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാർക്ക് പോകും. എയും ബിയും ആൻസർ ആയിട്ട് വരാം, അങ്ങനെയും വരും അല്ലെ? എയും ബിയും ആൻസർ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ എ എഴുതി നമുക്കും കിട്ടും, ബി എഴുതിയവർക്കും മാർക്ക് കിട്ടും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റിനെ മിസ്റ്റേക്ക് ആയിരുന്നു, നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റിനെ മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ 4 ഓപ്ഷനും ഒക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടും ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റിൽ വ്യത്യാസം വരും. അതായത് 120ൽ നമുക്ക് എത്ര മതി? പിന്നെ നമ്മുടെ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 120 എത്രയാവും? 119 ആയിട്ട് മാറും. മനസ്സിലായോ? 119 മതി. പിന്നെ നമുക്ക് ടോട്ടൽ അതിൽ നമുക്കിപ്പോൾ 116 ജയിക്കേണ്ടവർക്ക് 115 കിട്ടിയാൽ അവരെന്ത് ചെയ്യും? പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വരുന്നത്. ഇനി നമുക്ക് ഒരു പ്രതീക്ഷയും, അതായത് നമുക്ക് ഒട്ടും മാർക്ക് വന്നിട്ടില്ല, നമുക്ക് പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടും സമയം കളയാതെ തന്നെ ഹൈംസ് അക്കാഡമിയുടെ ആ പേപ്പർ 1 അല്ലെങ്കിൽ അതുപോലെ നമുക്കിപ്പോൾ ഉള്ളത് സെക്കൻഡ് പേപ്പർ ഉള്ളത് കൊമേഴ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ജോയിൻ ചെയ്യാം. കാരണം നമുക്ക് തുടക്കം തൊട്ടേ കൃത്യതയോടുകൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്നലെ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് കമൻറ്റുകൾ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇന്ന് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഇന്ന് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ പേപ്പർ 1 ഏറ്റവും മികച്ചൊരു കോച്ചിങ് ആണ് ഹൈംസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് തരിക മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിൻ്റെ ആ നിമിഷം വരെ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോച്ചിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചെറിയൊരു ഫീസിൽ നല്ല രീതിയിൽ നിങ്ങൾ 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.